നടൻ ടിനി ടോമിനെതിരെ കടവന്ത്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കോടതി ഉത്തരവ് മുഖേനയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. നേരത്തെ കടവന്ത്ര പോലീസിൽ അൻസിബ ഹസൻ പരാതി കൊടുത്തിരുന്നു. അതിന് തെളിവില്ല, നേരിട്ട് തെളിവുകളൊന്നുമില്ല എന്നുള്ള രീതിയിൽ കടവന്ത്ര പോലീസിലെ SHO അത് തള്ളിക്കളഞ്ഞു. അതിനുശേഷം കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ടാവും. അതിന് നടപടിയൊന്നും ഉണ്ടായില്ല, തെളിവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അൻസിബ ഹസൻ കോടതിയിൽ നേരിട്ട് പരാതി കൊടുത്തത്. വളരെ സീരിയസ് ആയ ആരോപണമാണ് ടിനി ടോമിനെതിരെ കോടതിയിൽ അവർ മൊഴി കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ടിനി ടോമിനെ നേരത്തെ സഹായിച്ച പോലീസ്, കടവന്ത്ര പോലീസ്, ഇനി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടി വരും. കാരണം ആരോപണം വളരെ സീരിയസ് ആണ്. അതിന് തെളിവുണ്ടോ ഇല്ലയോ എന്ന് കടവന്ത്ര പോലീസ് അന്വേഷിക്കുന്നില്ലെങ്കിൽ കഴിവുള്ളിടത്തോളം ഒരു DYSP അന്വേഷിക്കുന്നതാണ് നല്ലത്. എറണാകുളം കമ്മീഷണറാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇത് വളരെ സീരിയസ് ആയ ആരോപണമാണ്. കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ആ കേസെടുക്കാൻ ഡയറക്ഷൻ വന്നതെങ്കിലും അത് നല്ല രീതിയിൽ അന്വേഷിക്കാൻ ഒരു വെറ്ററൻ DYSP തന്നെ നിയോഗിക്കണം. അസിസ്റ്റന്റ് കമ്മീഷണർ ലെവലിലുള്ള ആരെങ്കിലും അന്വേഷിക്കണം. കടവന്ത്ര പോലീസിന് ഓൾറെഡി ആരോപണമുണ്ട് അവർക്കെതിരെ. അതുകൊണ്ട് അവർ ഇനി അന്വേഷിക്കാൻ പാടില്ല. അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണം ഏൽപ്പിക്കുന്നതാണ് നല്ലത്. ആ FIR-നകത്ത് ഇപ്പം കോടതി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ മൊഴിയിൽ അവരുടെ വാക്കുകളിൽ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയുടെ മീറ്റിംഗ് സ്ഥലത്ത് മറ്റിടത്ത് ഷൂട്ടിംഗ് സ്ഥലങ്ങളിലൊക്കെ ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ ഇയാൾ സർവ്വസാധാരണ പലരിടത്തും അങ്ങനെ പറയുന്നതാണ് ആക്ഷേപം. ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ മതം പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് എന്നും വരുന്നുണ്ട്. ഒക്കെ തമാശന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയാണ്. തമാശ ആയാലും എന്തായാലും ശരി, അങ്ങനെയുള്ള തമാശകൾ ഇവിടെ ചിലവാകില്ല. അത് കുറ്റകരമാണ്. അത് കേൾക്കുന്നവർ ഇങ്ങനെയുള്ള തമാശകളൊന്നും പുറത്തോട്ട് എഴുന്നള്ളിക്കാതിരിക്കുന്നതായിരിക്കും ഭംഗി. അതുപോലെ തന്നെ മതം പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. നേരത്തെ അത് ടിനി ടോം പറഞ്ഞത് തൻ്റെ ഡ്രൈവറെ മതമാക്കാൻ ശ്രമിച്ചു എന്ന്. അൻസിബ ഹസൻ അതിന് ശ്രമം നടത്തിയെന്നൊക്കെയാണ് നേരത്തെയുള്ള ആക്ഷേപങ്ങൾ. ഏതായാലും ടിനി ടോമിൻ്റെ ഈ രീതിയിലുള്ള പരാമർശങ്ങളും കളിയാക്കലും അവരുടെ ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളും എല്ലാം കുറ്റകരമാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. കടവന്ത്ര പോലീസിനും അത് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കോടതി പറഞ്ഞപ്പം കോടതിക്ക് കൃത്യമായി അത് മനസ്സിലായി. അപ്പോൾ അതനുസരിച്ച് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഒരു 67 വയലേഷൻ അവിടെ വന്നു. സെക്ഷൻ 67 ഒബ്സീൻ ആൻഡ് ഒഫെൻസീവ് ആയ കാര്യങ്ങൾ ഇയാൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, വാട്സാപ്പിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 67 സെക്ഷൻ IT ആക്ടിൻ്റെ പരിധിയിൽ അത് വരും. അങ്ങനെ ലൈംഗിക ചുവയുള്ള ചില സംഭാഷണങ്ങൾ അതൊക്കെ ചിലപ്പോൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഏകദേശം 5 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നോൺ ബെയിലബിൾ ഒഫൻസാണോ? അതുതന്നെയല്ല, അവരെ അവമാനിച്ചു, ഇൻസൾട്ട് ചെയ്തു. 509 BNS 79 പ്രകാരം അല്ലെങ്കിൽ IPC 500 സ്ത്രീത്വത്തെ അവമാനിച്ചു, അവരെ ഭീഷണിപ്പെടുത്തി, ഇൻറ്റിമിഡേഷൻ വന്നു കഴിഞ്ഞു. ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ നടത്തിയിട്ടുണ്ട് 506 IPC അല്ലെങ്കിൽ BNS 351(4) അനുസരിച്ചു. അത് 7 വർഷം വരെ തടവിലോട്ട് പോകും. നോൺ ബെയിൽ ഒഫൻസാണ് ഇപ്പം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ കുറ്റത്തിനനുസരിച്ച് FIR എടുത്തു കഴിഞ്ഞാൽ ടിനി ടോമിനെ അറസ്റ്റ് ചെയ്യും, റിമാൻഡ് ചെയ്യും. ജാമ്യം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. മുൻകൂർ ജാമ്യമൊന്നും കോടതി കൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇത് കുറേ നാളുകളായിട്ട് നമ്മളിത് കേൾക്കുന്നതാണ്. അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ പല വാതിലുകളും മുട്ടി തന്നെ അവമാനിക്കാൻ, അവിടുത്തെയുള്ള അമ്മയുടെ ഭാരവാഹികൾ പലരുടെ അടുത്തും മുട്ടി. എല്ലാവരും അവർക്ക് എതിരെ അല്ലെങ്കിൽ ടിനി ടോമിനെ പേടിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അതിനകത്ത് കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയൊക്കെ അതിന് ഇവരെ സഹായിച്ചില്ല. അൻസിബ ഹസന് അവരും ചില ദ്വയാർത്ഥ പ്രയോഗങ്ങളും ലൈംഗിക ചുവയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാണ് ആക്ഷേപം.
എന്തായാലും ഇപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അവരുടെ മൊഴി രേഖപ്പെടുത്തി അത് കടവന്ത്ര പോലീസിൽ അയച്ചു കൊടുത്തു. അവർ അതിനെ സംബന്ധിക്കുന്ന ആ മൊഴിയുടെ ബേസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് നോൺ ബെയിലബിളാണ്. അതിന് ടിനി ടോമിൻ്റെ കൈവശമുള്ള മൊബൈൽ പിടിച്ചെടുക്കേണ്ടി വരും. അത് തന്നെ അങ്ങേരുടെ വീട് സെർച്ച് ചെയ്യേണ്ടി വരും. സെർച്ച് IT ആക്ട് 80 പ്രകാരം അവിടെ സെർച്ച് ചെയ്തേ പറ്റുള്ളൂ. ഇയാളുടെ മൊബൈൽ എത്രയുണ്ടല്ലോ അത് സറണ്ടർ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ അമ്മയുടെ ഓഫീസിൽ അവിടെ റെക്കോർഡ് ചെയ്ത CCTV ദൃശ്യങ്ങളും റെക്കോർഡ് ചെയ്ത കാര്യങ്ങളുമൊക്കെ അത് നശിപ്പിക്കാതെ പോലീസ് എത്രയും പെട്ടെന്ന് അത് കസ്റ്റഡിയിലാക്കണം. അമ്മയിലുള്ള പ്രസിഡൻറ്റും സെക്രട്ടറിക്കും ഭാരവാഹികൾക്കൊക്കെ അവിടുത്തെ ഒരു അംഗത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്തിപ്പം കഴമ്പുണ്ടെന്ന് മനസ്സിലായി. നേരത്തെ കഴമ്പില്ല എന്ന് പറഞ്ഞായിരുന്നു പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ നിന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, അത് മനഃപൂർവ്വമാണെങ്കിൽ ടിനി ടോമിനൊപ്പം അവരെ കൂടെ പ്രതിയാക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സ്ത്രീ കുറേ നാളുകളായിട്ട് ഈ അമ്മയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങി നടക്കുകയാണ്. അതിനകത്ത് കഴമ്പുണ്ടെന്ന് കോടതി കണ്ടത് ഇവരാരും കണ്ടെത്താത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പെൺകുട്ടിയെപ്പറ്റി വ്യക്തിപരമായ വലിയ ആക്ഷേപങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ പരാതി ആരും കേട്ടില്ലല്ലോ. അവരെന്തോ ക്യാരക്ടർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തോ ഒപ്പീനിയൻ ആ രീതിയിൽ ഉണ്ടെങ്കിലും ശരി, ഒരു സ്ത്രീ കുറേ രോധനങ്ങൾ അവരെ നമ്മൾ കേട്ടുകൊണ്ടായിരിക്കുന്നു. പൊതുജനങ്ങൾ കുറേ നാളുകളായിട്ട് ചേതാമേനോനോ അല്ലെങ്കിൽ അവിടുത്തെ ലക്ഷ്മിപ്രിയയോ അല്ലെങ്കിൽ ടിനി ടോമോ അല്ലെങ്കിൽ അമ്മ ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്ന ചില വ്യക്തികൾ ഒക്കെ ഇതിനകത്ത് വലിയ മഹാന്മാരായിരിക്കും. പക്ഷെ ഒരു സ്ത്രീയുടെ മൊഴി കേൾക്കാൻ, അവരുടെ പരാതി കേൾക്കാൻ ഇവരാരും തയ്യാറായില്ല. അതിന് നടപടിയെടുക്കാൻ തയ്യാറായില്ല. അവർക്ക് എന്താണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്? ചേതാമേനോൻ്റെ അടുത്തോ അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയുടെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഭാരവാഹികളുടെ അടുത്ത് ആരെങ്കിലും ഒരു സ്ത്രീ അവിടെ പരാതി പറഞ്ഞാൽ എന്താണ് നടപടി? അവർ അത് ചോദ്യം ചെയ്യണം. അവർക്കതിന് കഴിയില്ലെങ്കിൽ അത് പോലീസിൽ റെഫർ ചെയ്യണ്ടേ? ഇപ്പോഴേ കൃത്യമായ രീതിയിൽ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും കടവന്ത്ര പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം അവിടുത്തെ അഡീഷണൽ കമ്മീഷണർ നടത്തുന്നതായിരിക്കും നല്ലത്. നേരത്തെ അന്വേഷിച്ചവരാരും നടത്തരുത്. കാരണം അവർ ഇതിനകത്ത് കഴമ്പില്ല എന്ന് പറഞ്ഞ് അടിച്ചോടിച്ചതാണ് അൻസിബയെ. അതുകൊണ്ട് ഇനി കളി കാര്യമായി ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ധാരാളം സിനിമാ രംഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മോശമായ സംഭാഷണങ്ങളും മോശമായ ചിത്രീകരണങ്ങളും അവഹേളനവും ഒക്കെ ഉണ്ട്. എങ്കിലും ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പലരും അത് സഹിച്ച് അവരെ ജീവിത മാർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കാഴ്ചയെ നമുക്ക് കാണാം. ധാരാളം ആൾക്കാർ മുൻനടന്മാരല്ലാതെ പതിനായിരക്കണക്കിന് ആൾക്കാരെ സിനിമാ മോഹവുമായിട്ട് പല രീതിയിലുള്ള ആ സർവീസുകൾ അവിടെ ചെയ്തുകൊണ്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതുകൊണ്ട് ടിനി ടോം വന്ന വഴി മറന്ന് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ അല്പം തൻ്റെ അടിയാണ് ഒക്കെ സമ്മതിക്കുന്നുണ്ട്. അയാളോട് ആരാണ് സഹകരിച്ചത് അവരെയും കൂടെ പ്രതിയാക്കേണ്ടി വരും. അതിനകത്ത് അമ്മയുടെ ഭാരവാഹികൾ അത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ഉണ്ടായിട്ടും അത് സപ്രസ് ചെയ്തെങ്കിലും അവരെയും കൂടെ പ്രതിയാക്കേണ്ടി വരും ഈ കാര്യത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്.